എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം ഏകദിനത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ നാണം കെട്ട് തോറ്റിരുന്നു. ആദ്യ ഏകദിനത്തിൽ മികച്ച വിജയം ഇന്ത്യ നേടിയെങ്കിലും രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യ മുട്ടുമടക്കി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 211 എന്ന ചെറിയ സ്കോറിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇന്ത്യയ്ക്കു വേണ്ടി ക്യാപ്റ്റൻ രാഹുലും സായി സുദർശനും മാത്രമാണ് തിളങ്ങിയത്. ഇന്ത്യയ്ക്ക് ഇന്ന് പിഴച്ചത് ബാറ്റിംഗിൽ തന്നെയാണ്. ഇപ്പോഴിതാ ഇന്നത്തെ കളി ഇന്ത്യ തോറ്റപ്പോൾ മലയാളി താരം സഞ്ജു സാംസൺ കരഞ്ഞു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമുണ്ട്. ഇന്നത്തെ മത്സരം ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് അടിപതറി. ബാറ്റിംഗിൽ ഞാൻ വിചാരിച്ച പോലെയുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. സൗത്ത് ആഫ്രിക്ക ഇന്ന് മികച്ച ബൗളിംഗ് തന്നെയാണ് കാഴ്ചവെച്ചത്. ബാറ്റിംഗിൽ ഞങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചു കളിക്കണമായിരുന്നു. ഒരുപാട് മിസ്റ്റേക്കുകൾ ഞങ്ങൾ ഇന്ന് വരുത്തിയിട്ടുണ്ട്. ഒരുപക്ഷേ രാഹുലിന് പകരം രോഹിത് ആയിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ എങ്കിൽ ഇന്നത്തെ മത്സരം ഞങ്ങൾ ഈസിയായി ജയിച്ചേനെ. രോഹിത്, കോഹ്ലി തുടങ്ങിയ താരങ്ങളാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത്. അവർ ഉണ്ടെങ്കിൽ പിന്നെ ഇന്ത്യയെ തോൽപ്പിക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല. എന്തായാലും ഇന്നത്തെ തോൽവി ഞങ്ങൾ അംഗീകരിക്കുന്നു. അടുത്ത മത്സരത്തിൽ ജയിച്ച് പരമ്പര ഞങ്ങൾ തന്നെ നേടുമെന്നും മലയാളി താരം സഞ്ജു സാംസൺ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ വിഷമത്തിലാണ്. ആദ്യ കളി ജയിച്ചെങ്കിലും രണ്ടാം മത്സരത്തിൽ ഇന്ത്യ നാണം കെട്ട തോൽവി തന്നെയാണ് വഴങ്ങിയത്. ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ ഇങ്ങനെ തകർന്നടിയുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. സൗത്ത് ആഫ്രിക്ക ബാറ്റിംഗിലും ബൗളിംഗിലും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഒരുപക്ഷേ ടോസ് ഇന്ന് ഇന്ത്യക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇന്ത്യ കളി ജയിച്ചേനെ. ഇന്ന് ഇന്ത്യൻ ഇന്നിംഗ്സിൽ സഞ്ജു ഫ്ലോപ്പ് ആയിരുന്നു. ചുരുങ്ങിയ അവസരങ്ങൾ മാത്രമേ സഞ്ജുവിന് ഇനി ബാക്കിയുള്ളൂ. അതിൽ സഞ്ജുവിന് കത്തിക്കേറാൻ സാധിച്ചില്ലെങ്കിൽ സഞ്ജുവിൻ്റെ കരിയർ തന്നെ അവതാളത്തിലായിരിക്കും. അടുത്ത മത്സരത്തിൽ സഞ്ജു തിരിച്ചുവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.